Good afternoon, everyone. Good afternoon, Miss. Good afternoon, Miss. Yeah, good Good afternoon. afternoon, Miss. Ma'am, in this specs Good പോയി afternoon, Miss. ഇന്ന് നല്ല ഭംഗിയുണ്ടല്ലോ മിസ്സേ, മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് കാണാന്. ആ സ്പെക്സ് മാറിയപ്പോ എന്നെ സുന്ദരിയായി. Oshu, yeah. ആളാകെ മാറി ഇന്ന് മനസ്സിലാവുന്നു. വേറെ ലുക്കിൽ വന്നാണല്ലേ ടീച്ചർ നെട്ടിക്കാൻ. Look മാറ്റി പിടിച്ചു. അവിടെ ഡാൻസ് ഇങ്ങനെ പ്രാക്ടീസ് ഉണ്ടോ? അതിന്റെ ഭാഗമായിട്ട് തന്നെയാണോ? അതിന്റെ ഭാഗമായിട്ടല്ല, പ്രാക്ടീസ് ഉണ്ട്, പക്ഷെ അതിന്റെ ഭാഗമായിട്ടല്ല. ഞാൻ ചുമ്മാ ഒന്ന് ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റി, അത്രയേ ഉള്ളൂ. ആരെ ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്ത അല്ലേ? അതെ അതെ, അതെ, നമുക്ക് തന്നെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. എന്തോ നമുക്ക് തന്നെ ഒരു പുതുമ ഫീൽ ചെയ്യും നമ്മളെ കാണുമ്പോ. ഓഹോ, താങ്ക് യു. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് പ്രയർ തുടങ്ങും. പ്രയർ തൊട്ടപ്പത്തിരി സൈൻ. ഓക്കെ ടീച്ചർ, അപ്പൊ പ്രെയർ ഞാനാണ്. ടീച്ചർ, ഇന്നത്തെ പ്രെയർ നമ്മുടെ സ്റ്റുഡൻസ്, ഇതിലെല്ലാ ഫ്രണ്ട്സും ഒത്തിരി പേര് നോമ്പെടുക്കുന്നവരുണ്ട്. അപ്പൊ അവർക്കൂടെ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന കൂടിയാണ്. ഓക്കെ ടീച്ചർ? ഓക്കെ. ഓക്കെ. നീ എന്റെ പടച്ചോൻ, നീ എന്റെ പടച്ചോൻ, നീ എന്റെ പടച്ചോൻ, അൽഹംദുലില്ലാഹ്. നീ എന്റെ പടച്ചോൻ, നീ എന്റെ പടച്ചോൻ, നീ എന്റെ പടച്ചോൻ, അൽഹംദുലില്ലാഹ്. ഈ ദുനിയാവിൽ നീ ആരുണ്ടെന്നെ അറിയാൻ, ഈ ദുനിയാവിൽ നീയല്ലാതെ ആരുണ്ടെന്നെ അറിയാൻ. കൽബിൽ നിറയെ ഹുബ്ബുള്ള റബ്ബേ, സായേതിൻ ദുനിയാവ് കാട്ടേണമേ. കൽബിൽ നിറയെ ഹുബ്ബുള്ള റബ്ബേ, സായേതിൻ ദുനിയാവ് കാട്ടേണമേ. നീ എന്റെ പടച്ചോൻ, നീ എന്റെ പടച്ചോൻ, നീ എന്റെ പടച്ചോൻ, അൽഹംദുലില്ലാഹ്. യാ റബ്ബേ, യാ റബ്ബേ, പുണ്യം നിറഞ്ഞ ഹയാത്തു നൽകി നീ എന്നിൽ നിറഞ്ഞോരല്ലാഹ്, നീ എന്നിൽ നിറഞ്ഞോരല്ലാഹ്, നീ എന്നിൽ നിറഞ്ഞോരല്ലാഹ്. ദുഃഖങ്ങൾ തീർത്തോരുടയോ, നീ എന്റെ പടച്ചോൻ, നീ എന്റെ പടച്ചോൻ, നീ എന്റെ പടച്ചോൻ, അൽഹംദുലില്ലാഹ്. ഓക്കെ ടീച്ചർ. ഓക്കെ ജിഷ, നന്നായിട്ട് പാടുന്നുണ്ടോ? താങ്ക് യു ടീച്ചർ. ഞാൻ എഴുതിയതാണ്, ഇന്നലെ ഞാൻ എഴുതിയതായിരുന്നു. അപ്പൊ നമ്മുടെ നോമ്പെടുത്ത എല്ലാ കൂട്ടുകാർക്കും വേണ്ടി. ഓക്കെ, ആ ജിഷ എഴുതുന്നുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സഫിയ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കവിത ചൊല്ലിയത് ജിഷ എഴുതിയാണോ? ഓക്കെ ഓക്കെ ടീച്ചർ. നെക്സ്റ്റ് പറയൂ, തൊട്ടപ്പത്തെ ഓർ സാനി. Good afternoon, Miss. Today's thought is, no matter how hard the past, you can always begin again. എന്നുവെച്ചാല് നമ്മുടെ കഴിഞ്ഞ കാലം എത്ര കഠിനമാണെങ്കിലും നമ്മളതോർത്ത് ഇങ്ങനെ വിഷമിച്ച് കാലം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾക്ക് വേണ്ടത് ചെറിയൊരു പ്രോത്സാഹനവും ക്രിയാത്മകമായ ഒരു വീക്ഷണവുമാണ്. അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കഴിഞ്ഞു പോയ കാലത്തിലെ എല്ലാം മറന്നുകൊണ്ട് നമുക്ക് പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കും. ഓക്കെ പ്രിൻസി, then
എന്താ കഴിഞ്ഞല്ലേ? ബർത്ത്ഡേ പറഞ്ഞു. നെക്സ്റ്റ് പറയൂ. നെക്സ്റ്റ് എന്താ പറയൂ. നോട്ട് പറഞ്ഞോ? പറഞ്ഞു. ഓക്കെ ഓക്കെ. അപ്പൊ ഞാനാണ് ഇനി നെക്സ്റ്റ്. സൈനിങ് ആണേ. ഹായ് സഫിയ. ഹായ്, എന്തുണ്ട് വിശേഷം? സുഖല്ലേ? നമുക്ക് തുടങ്ങാം. ഞാൻ ഫിംഗർ സോങ് ആണ് പാടുന്നത്. ഓക്കെ. ഹൗ മെനി പറയട്ടെ. ഓക്കെ. How many fingers on one hand? How many fingers on one hand? How many fingers on one hand? Let's all count together. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. How many fingers on two hands? How many fingers on two hands? How many fingers on two hands? Let's all count together. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Clap, clap, clap your hands. Clap, clap, clap your hands. Clap, clap, clap your hands. Clap your hands with me. Thank you. Okay. Yeah, very good. Thank you. Okay. എന്താ ടീച്ചർ ചിരിക്കണേ? അല്ല, ഈ ചെറിയ കുട്ടികൾ പാടിയ പോലെ ഉണ്ടാവൂലേ? ഞങ്ങളെ ചെറിയ കുട്ടികളെ പഠിപ്പിക്കാൻ പോയില്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പാട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ചെയ്യണല്ലോ, പഠിപ്പിക്കാൻ പോകണ്ടേ അല്ലേ? പക്ഷെ നല്ല രസമുണ്ട്, കേൾക്കാൻ നല്ല രസമുണ്ട്. പിള്ളേരിങ്ങനെ നോക്കിയിരുന്നോളൂ. താങ്ക് യു. Okay, so let's start today's class. Okay, എന്ത് പ്രത്യേകിച്ച്? Thank you. ടീച്ചറെ ചിരിയിലൊക്കെ ഒരു പ്രത്യേക ഭംഗി, നല്ല രസമുണ്ട് ടീച്ചറെ കാണാൻ. മുടി സ്ട്രെയിറ്റൻ ചെയ്തോ? ഇന്ന് നല്ല രസമുണ്ട് കാണാന്, നല്ല ഭംഗി വെച്ച പോലെ. കണ്ണട വെക്കാറുണ്ട്. അല്ല, ടീച്ചറിന് ബ്യൂട്ടി പാർലർ പോയിട്ട് ഫേഷ്യലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ? സത്യം പറയ്. ഇല്ലേ? മുടി സ്ട്രെയിറ്റൻ ചെയ്തോ? മുടി ഞാൻ ട്രീറ്റ് ചെയ്തു, ആ അത് മാത്രമേ ഉള്ളൂ ചേഞ്ച്. ചേച്ചി, എനിക്ക് സിനിമയിലെ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. ഈ ഇരിക്കുന്ന ഞാനല്ല, ഞാൻ വേറെ എവിടെയോ എന്ന് പറഞ്ഞ പോലെ. ഇല്ല, നല്ല ചേഞ്ച് ഉണ്ട്. ഒരു എന്താ പറയാ, കണ്ണട മാറ്റിയപ്പോ നല്ല ഭംഗിയുണ്ട് കാണാൻ. താങ്ക് യു. കന്നഡ മാറ്റി. ഇപ്പൊ വലിയ കണ്ടിന്യൂ സ്ട്രെയിൻ ഇപ്പൊ തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ മാറ്റിയതാട്ടോ. പക്ഷെ ആവശ്യം ഉണ്ടാകുമ്പോ ഇടയ്ക്ക് വെക്കൊക്കെ വേണം, അല്ലെങ്കിൽ കണ്ണ് അല്ലേ ഒരുപാട് ഉപയോഗിക്കുമ്പോ. അതുകൊണ്ട് ഞാൻ പയ്യെ ഒന്ന് മാറ്റി നോക്കുന്ന, മാറ്റിയാൽ അത്രയും നല്ലത്. തീർച്ചയായിട്ടും സ്പെക്സ് വെച്ച് തുടങ്ങിയിട്ട് ചിലപ്പോ മേ ബി ശരിയായിരിക്കാം. ഓക്കെ. റിപ്പോർട്ടഡ് സ്പീച്ചിനെ കുറിച്ച് ഇന്നെന്തോ ക്ലാസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ? റിപ്പോർട്ട് സ്പീച്ച് ആണോ അതോ നിങ്ങൾക്ക് ടോപ്പിക് വന്നിരുന്നോ? റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ്. അതാണ് അല്ലെ? ഓരോ ആൾക്കാർ 4 പേർക്ക് അങ്ങനെ തന്നിട്ടുണ്ട്. 4 പേർക്കും ഡിവൈഡ് ചെയ്ത് അല്ലേ? ഓക്കെ. ജസ്റ്റ് വെയിറ്റ് സെക്കൻഡ്, ഞാൻ നോട്ട്സ് ഷെയർ ചെയ്യട്ടെ. വെയിറ്റ്. മിസ്, ട്രാൻസ്ലേഷന്റെ ആൻസർ അപ്ലോഡ് ചെയ്തിട്ടില്ലല്ലോ. ഓക്കെ, ട്രാൻസ്ലേഷന്റെ ആൻസർ ആണോ? ആൻസർ അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞു, ചെയ്തിട്ടില്ല. നോട്ട് കിട്ടിയില്ല നിങ്ങൾക്ക്? നോട്ട് കിട്ടിയിട്ടില്ലല്ലോ. നോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നോ? നോട്ട് കിട്ടിയില്ലേ? ഇല്ലല്ലോ. ടെൻസിന്റെ നോട്ട് കിട്ടിയിട്ടില്ല. പെൻസിൽ നോട്ടും കിട്ടിയില്ല? ഇല്ല.
ഓക്കെ. ടെൻസിന് നോട്ട് ഉണ്ട്, പിന്നെ ആൻസർ കീ ഉണ്ട്, ഇത്രയേ ഉള്ളൂ. പറഞ്ഞിട്ടായിരുന്നു ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാകാം. അല്ല ഇപ്പൊ ബാക്കിയെല്ലാം വന്നിട്ടുണ്ട്. നോട്ട്സ് ഇതിപ്പോ വന്നിട്ടുണ്ട് കേട്ടോ, ഗ്രൂപ്പില് ക്ലാസ് റൂമിൽ വന്നിട്ടുണ്ട്. ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും മറ്റിന്റെ ട്രാൻസ്ലേഷന്റെ ആൻസറും വന്നിട്ടുണ്ട്. കേട്ടോ വന്നിട്ടുണ്ട് കേട്ടോ, നോക്കണേ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ? ഞാൻ സ്റ്റാർട്ട് ചെയ്യാണേ, തുടങ്ങി വെക്കാം, എന്നിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മതി. എന്താണ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ലെ? നമുക്ക് ഇതിനെ ഡയറക്റ്റ് എന്നും ഇൻഡയറക്റ്റ് എന്നും പറയാം, അതല്ലാതെ റിപ്പോർട്ട് സ്പീച്ച് എന്നും പറയാം. ഓക്കെ, ഇപ്പോ ഒരു ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സണോട് പറയുന്ന ഒരു കാര്യം, അത് തേർഡ് പേഴ്സൺ പോയി വേറൊരാൾ പറയില്ലേ, അതിനാണ് റിപ്പോർട്ട് ചെയ്യാന്ന് പറയും. അപ്പൊ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു, നിങ്ങളത് ടീച്ചർ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് തേർഡ് പേഴ്സണോട് പോയി റിപ്പോർട്ട് ചെയ്യാണ് അല്ലെ? അതിനെയാണ് നമ്മൾ റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയുന്നത്. ഓക്കെ, നന്നായി പഠിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പോ നിങ്ങൾ വേറൊരാളോട് പോയി പറയാണ്, ടീച്ചർ ഞങ്ങളോട് പറഞ്ഞു നന്നായി പഠിക്കണം എന്ന് പറഞ്ഞു അല്ലെ? നമ്മൾ അങ്ങനെ പോയി റിപ്പോർട്ട് ചെയ്യും. അതിനെയാണ് റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ, പിന്നെ നമ്മള് ഇപ്പൊ നമ്മൾ മലയാളത്തിലാണെങ്കിൽ പോലും ഇപ്പോ പ്രസന്റ് ടെൻസ് ആണെങ്കിലും പാസ്റ്റ് ടെൻസ് ആണെങ്കിലും നമ്മൾ മലയാളത്തിൽ പറഞ്ഞാലും അത് റിപ്പോർട്ട് ചെയ്യുമ്പോഴും ടെൻസിന് വ്യത്യാസം വരുന്നുണ്ട്. കാരണം മലയാളം ആയതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കില്ല എന്ന് മാത്രം. പക്ഷെ ഇംഗ്ലീഷിൽ എന്ന് പറയുമ്പോൾ അത് അത്യാവശ്യമാണ്, നിർബന്ധമാണ്, നോക്കി വെച്ചു, അല്ലെങ്കിൽ നമ്മുടെ റിപ്പോർട്ട് ചെയ്യുന്നത് തെറ്റില്ല. ഓക്കെ, ഇവിടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വരുന്ന മാറ്റങ്ങളാണ് കേട്ടോ. ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച് സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്, നോക്കാം. അതില് ഓരോ ടെൻസിന് വരുന്ന മാറ്റങ്ങളാണ്. എല്ലാ ടെൻസും നമ്മൾ പഠിച്ചാണ്. സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഇതാണ് പ്രസന്റ് ടെൻസ് അല്ലെ? സോ ഇതില് സിമ്പിൾ പ്രസന്റ് നിങ്ങൾ നോട്ട്ബുക്ക് എടുക്കാം കേട്ടോ. നോട്ട്ബുക്ക് എടുത്തിട്ട് ഇതുപോലെ രണ്ട് ടേബിൾ വരയ്ക്കാം. രണ്ട് ടേബിൾ വരച്ചിട്ട് ഡയറക്റ്റ് സ്പീച്ച് എന്നും ഇൻഡയറക്റ്റ് സ്പീച്ച് എന്നും എഴുതാം. ബാക്കി ഞാൻ പറയുന്ന പോലെ നോട്ടിൽ എഴുതാം കേട്ടോ. ഓക്കെ, എഴുതിയോ? വരച്ചോ? എഴുതി. അതെ, ഫസ്റ്റ് ടെൻസ് ഏതാ? സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഏതാ? സിമ്പിൾ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഓപ്പോസിറ്റ് ഏതാ? അതായത് ഇൻഡയറക്റ്റ് സ്പീച്ച് ഏതാ? സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വരുന്ന മാറ്റം ടെൻസ് മാറും. ഏത് ടെൻസിലേക്ക് പോകും എന്ന് വെച്ചാല് സിമ്പിൾ പാസ്റ്റിലേക്ക് പോകും. അപ്പോ ഡയറക്റ്റ് സ്പീച്ചില് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഏതാ? ഇൻഡയറക്റ്റ് സ്പീച്ചില് സിമ്പിൾ പാസ്റ്റ് ഏതാ? സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറുന്നു. അതുപോലെ തന്നെ അടുത്തത് പ്രസന്റ് കണ്ടിന്യൂസ് ഏതാ? പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസിലേക്കാണ് മാറാം. പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറുന്നു. ചേഞ്ച് ടു പാസ്റ്റ് കണ്ടിന്യൂസ്. Then present perfect past perfect ലേക്ക് മാറുന്നു. Present perfect change into past perfect. Okay, next present perfect വരെ എഴുതിയില്ലേ? present perfect past perfect ലേക്ക് മാറുന്നു. അത്രയേ ഉള്ളൂ കേട്ടോ. പ്രസന്റ് ടെൻസിൽ അത്രയേ ഉള്ളൂ. നിങ്ങൾ ടെക്സ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ അത്രയേ നിങ്ങളോട് പറയുന്നുള്ളൂ. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇല്ലേ? ഇല്ല, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇല്ല, പെർഫെക്റ്റ് വരെ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പാസ്റ്റിലേക്ക് പോവാട്ടോ. സിമ്പിൾ പാസ്റ്റ് എഴുതാം. സിമ്പിൾ പാസ്റ്റ് നമ്മൾ നോക്കിയപ്പോ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് ആക്കുന്നുണ്ടല്ലോ. അത് ഇത് എന്റെ നോട്ടാണ്, എന്റെ നോട്ട് നോക്കണം. അല്ല, ടീച്ചറുടെ നോട്ടല്ല, ഞാൻ വേറെ പുറത്ത് നോക്കിയപ്പോഴേ
പക്ഷെ നിങ്ങൾ ടെക്സ്റ്റിൽ ചെയ്യാം കേട്ടോ. നമുക്ക് പഠിക്കാൻ പെർഫെക്റ്റ് വരെ ഉണ്ടാവുള്ളൂ അല്ലേ? അതെ, പഠിക്കാൻ അത്രയേ ഉള്ളേ ടെക്സ്റ്റില്. പക്ഷെ അങ്ങനെ ആക്കാനുണ്ട്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ആക്കാം. ആക്കാൻ പറ്റുമോ? അപ്പോ നെക്സ്റ്റ് സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റിലേക്കാണ് മാറുന്നത്. സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറുന്നു. പാസ്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറും. പാസ്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറും. അത്രയേ ഉള്ളൂ കേട്ടോ. പാസ്റ്റ് ടെൻസിൽ അത്രയേ ഉള്ളൂ, പെർഫെക്റ്റ് ഒന്നുമില്ല. പാസ്റ്റ് പെർഫെക്റ്റില് ഒരു ചേഞ്ച് ഉണ്ടാവില്ല, അതേപോലെ തന്നെ ആയിരിക്കും. പെർഫെക്റ്റ് കണ്ടിന്യൂസിലും ഒരു ചേഞ്ച് ഉണ്ടാവില്ല, അതേപോലെയാണ്. അപ്പോ പാസ്റ്റില് സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് കണ്ടിന്യൂസും മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ ഫ്യൂച്ചർ ആണ്. സിമ്പിൾ ഫ്യൂച്ചർ എഴുതാം. സിമ്പിൾ ഫ്യൂച്ചറിൽ വരുന്ന വ്യത്യാസം സിമ്പിൾ ഫ്യൂച്ചർ ഇൻ ദ പാസ്റ്റ് എന്ന് എഴുതാം. സിമ്പിൾ ഫ്യൂച്ചർ ഇൻ ദ പാസ്റ്റ് എന്ന് എഴുതാം. അതുപോലെ തന്നെയാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസും ഫ്യൂച്ചർ പെർഫെക്റ്റും എഴുതേണ്ടത്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ചെയ്താൽ ഇതിനപ്പുറം ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഇൻ ദ പാസ്റ്റ് എന്ന് എഴുതാം. ഫ്യൂച്ചർ പെർഫെക്റ്റ് ഇൻ ദ പാസ്റ്റ് എന്ന് എഴുതാം. ഇങ്ങനെയാണ് ചേഞ്ചസ് വരുന്നത്. Okay, ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്താണ്? Future continuous in the past. Future continuous in the past. Future perfect in the past. Another. ഓക്കെ മാം, കഴിഞ്ഞല്ലോ. അപ്പൊ ഇങ്ങനെയാണ് ടെൻസിന് വരുന്ന മാറ്റങ്ങൾ. ഓക്കെ, ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇനി അറിയേണ്ടത് നിങ്ങൾ ടെക്സ്റ്റില് കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്, കണ്ടു? പ്രൊണൗൺസും അതുപോലെ അഡ്വേർബ്സ് കൊടുത്തിട്ടുണ്ട്. പ്രൊണൗൺസിന്റെ ഒക്കെ മാറ്റം വരെ നോക്കി. ഐ ആൻഡ് യു ഹി ഓർ ഷീയിലേക്ക് മാറും. മീ ആൻഡ് യു ഹിം ഓർ ഹെറിലേക്ക് മാറും. മൈ ആൻഡ് യുവർ ഹിസ് ഓർ ഹെറിലേക്ക് മാറും. അതിന് നോട്ടും ഞാൻ തരാം. ഓക്കെ, വെയിറ്റ്. ഓക്കെ, ആ നോട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ പ്രൊണൗൺസ് എങ്ങോട്ടൊക്കെ മാറും, സബ്ജക്ട് എങ്ങനെയൊക്കെ വരും എഴുതി വെക്കാം. ഐ ആൻഡ് യു ഹി ഓർ ഷീയിലേക്ക് മാറുന്നു. സെയിം തന്നെയാണ്, നോട്ട്ബുക്കിൽ എഴുതി വെച്ചോളൂ. ഐ ആൻഡ് യു ഹി ഓർ ഷീയിലേക്ക് മാറുന്നു. ഓക്കെ, then me and you അത് സെന്റൻസിന് ബേസ് ചെയ്തിരിക്കട്ടോ, ഹിം ഓർ ഹെർ ആണോ എന്നൊക്കെ അറിയാനായിട്ട്. മെയിൻ ആയിട്ടും യുവർ ഒക്കെ വരുമ്പോഴാണ് ഹിമ്മിലേക്ക് ഹിസ്സിലേക്ക് മാറാം. ഓക്കെ, യുവർ ഏതാ? യുവർ ഹിസ് ഓർ ഹർ, യുവർ ഹിസ് ഓർ ഹർ. ആൻഡ് മീ സെയിം തന്നെയാണ്, ഹിം ഓർ ഹെർ ആണ് മീ വരാം.
we theyയിലേക്ക് മാറും. we they, we they, our their, our their, today, that day, today, that day, tomorrow, the next day, tomorrow, the next day, yesterday, the previous day, now, then, this, that, here, there, and or is വാസിലേക്ക് മാറും. are, where, do or does, ഡിഡിലേക്ക് മാറും. ഡിസ് അല്ല കേട്ടോ, ഡിഡ് ആണേ, മിസ്റ്റേക്ക് ആണ്. then has or have, ഹാഡിലേക്ക് മാറും. will would ആകും. shall, should, can, could, may, might, must, had to, did, had, V1 V2 ലേക്ക് മാറുന്നു. V2 had plus V3 ലേക്ക് മാറും. ഇങ്ങനെയൊക്കെയാണ് ചേഞ്ചസ് വരാം. ഓക്കെ, നോട്ട് കംപ്ലീറ്റ് അല്ലേ? യെസ് മാം. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ടെക്സ്റ്റില് കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോ ഒരെണ്ണം കൂടെ എഴുതാം. എഗോ എന്നുള്ളത് ബിഫോർ ഓർ ഏരിയയിലേക്ക് മാറും. ഏർലിയർ, എഗോ എന്നുള്ളത് ബിഫോർ ഓർ ഏരിയയിലേക്ക് മാറും. അതേപോലെ നിങ്ങളുടെ ടെക്സ്റ്റില് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്ന എല്ലാം നോക്കാം. എങ്ങനെയൊക്കെയാണ് ഡയറക്റ്റ് ഇൻവേർഡിലേക്ക് മാറാ എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഇത് മസ്റ്റ് ആയിട്ടും പഠിക്കേണ്ട ഒന്നാണ് കേട്ടോ. ഇപ്പൊ ഞാൻ നോട്ടിൽ തന്നതും കൂടാതെ ടെക്സ്റ്റ് ഉള്ളതും കൂടെ നോക്കാം. സെയിം തന്നെയാണ്. ഒരുപാട് ടുമാറോടെ ഒന്നും കൂടി പറയോ? ടുഡേ ടുമാറോയിലേക്ക് മാറും. ടുമാറോ ദ നെക്സ്റ്റ് ഡേയിലേക്ക് മാറും. ദ നെക്സ്റ്റ് ഡേ. ഓക്കെ, ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. നൗ ദെൻ ആകും, എഗോ ബിഫോർ ആകും, ടുഡേ ദാറ്റ് ഡേ, ടുനൈറ്റ് ദാറ്റ് നൈറ്റ്, ദ ഡേ ബിഫോർ യെസ്റ്റർഡേ, 2 days before അല്ലെങ്കിൽ the previous day എന്ന് വരാം. tomorrow the next day, the following day വരാം. the day after tomorrow in 2 days time, next week, month, etc. the following week or month അങ്ങനെ വരും. the previous week, month എന്താണ്, last week, month എന്ന് വരും. an hour ago, an hour before or earlier, here, there, this, that. okay, clear? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കി വെക്കാം.
ഇത്രയും നമുക്ക് പഠിക്കാനുള്ളൂ. ടെൻസ് എങ്ങോട്ടേക്ക് മാറുന്നു എന്നുള്ളതും ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ ഞാൻ തന്ന നോട്ടിലുള്ള കാര്യങ്ങളും അതിൽ പ്രൊണൗൺസ് ഒക്കെ എങ്ങനെയാണ് എങ്ങോട്ടേക്കാണ് മാറാം, അല്ലാത്ത വേർഡ്സ് എങ്ങനെയൊക്കെയാണ് മാറാം എന്നുള്ളത് മാത്രം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ സെന്റൻസ് വൈസിൽ സ്റ്റേറ്റ്മെന്റ് വൈസിൽ വരുന്ന മാറ്റങ്ങൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ഇനിയാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകും. കണ്ടോ, റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ്. അപ്പോ ഇനി സ്റ്റേറ്റ്മെന്റുകൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും. സോ ഏത് ഗ്രൂപ്പാണ്? നമ്മൾ തന്നെ ഗ്രൂപ്പ് 1. ഓക്കെ, ഗ്രൂപ്പ് 1 ആണ്. ആരൊക്കെയാണ്? ഞാനുണ്ട്, പിന്നെ ഞാനും ഉണ്ട്. പേര് പറഞ്ഞോട്ടെ. എന്റെ പേര് സത്യ. പിന്നെ ഉഷാറാണി ഉണ്ട്. ലക്ഷ്മി ഉണ്ട്. എല്ലാവരും പ്രസന്റ് ആണോ? ക്ലാസ്സിലുണ്ടോ എല്ലാവരും? 4 പേരുണ്ട്. 5 പേരാക്കിയതായിരുന്നു. ഒരാൾക്ക് പറ്റില്ല. 4 ആളുണ്ട്. 4 ആളിൽ കയറിയിട്ടുണ്ടോന്ന് അറിയില്ല. എല്ലാരും ഉണ്ടോ? ഇല്ല, ഷാരിബിനെ കാണുന്നില്ലല്ലോ. ഷാരിബ ഇല്ലേ? ക്ലാസ്സിലെടുക്കാൻ റെഡിയാണ് എല്ലാവരും? ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടോ? ഡ്യൂട്ടി ഒന്നും ഇല്ല. മൊത്തത്തിൽ ഇങ്ങനെ ഈ ലെസൺ ഒന്ന് ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്. ഷാരിബ ക്ലാസ് റൂമിലുണ്ടല്ലോ, റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ആരാണ്? തുടങ്ങിക്കോളൂ. ഫസ്റ്റ് ഞാനാണ്. ടീച്ചറെ പോലെ ഒന്നും എനിക്കറിയില്ല. എന്തെങ്കിലൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെയെങ്കിലൊക്കെ പറയാം. ഫസ്റ്റ് ടൈം അല്ലേ, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഓക്കെ, ടീച്ചറാണ്. സെഫിയ ടീച്ചർ. പൊട്ടത്തി ടീച്ചർ എന്നൊന്നും പറയരുത്. ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം റിപ്പോർട്ടിംഗ് സ്പീച്ചിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എന്താണ് റിപ്പോർട്ടിംഗ് സ്പീച്ച്? വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടല്ലോ, കാണുന്നില്ല? കാണുന്നുണ്ടല്ലോ. ആർക്കാ കാണാത്ത? കാണുന്നുണ്ട്. ഓക്കെ, ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, റിപ്പോർട്ടിംഗ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ക്യാമറ ഓൺ ചെയ്യുന്ന കാരണം സുന്ദരിയായിട്ട് വന്നിരിക്കുക. അങ്ങനെയൊക്കെ പറഞ്ഞു ടീച്ചർ. പിന്നെ നമ്മള് ടീച്ചറല്ലേ ടീച്ചറെ? ശരി, നമുക്ക് നോക്കാം. അപ്പൊ 2 വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയാം. അപ്പൊ ഞാനും ടീച്ചറും കൂടി സംസാരിക്കുകയാണ്. അതാണ് ഡയറക്റ്റ് സ്പീച്ച്. ഞാൻ പറയണ ടീച്ചർ ഐ ലൈക്ക് കോഫി എന്ന് പറയണം. അപ്പൊ എന്താ, എനിക്ക് കോഫി ഇഷ്ടമാണ്. അതൊരു ഡയറക്റ്റ് ആയിട്ടുള്ള സ്പീച്ചാണ്. അപ്പൊ ടീച്ചർ അത് വേറൊരാളോട് പറയാണ്, എന്താണ്, സഫിയാക്ക് കോഫി ഇഷ്ടമാണെന്ന് പറഞ്ഞു എന്ന്. അപ്പൊ അതാണ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് സ്പീച്ച് പറഞ്ഞാൽ നേരിട്ട് 2 പേര് തമ്മിലുള്ള സംഭാഷണം. മൂന്നാമത് ഒരാളോട് ആ കാര്യം പറയുന്നത് ഇൻഡയറക്റ്റ് സ്പീച്ചും. ഓക്കെ, അപ്പൊ ഇൻഡയറക്റ്റ് സ്പീച്ചിനെയാണ് നമ്മൾ എന്ത് പറയാ? റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയാം. അപ്പൊ നമ്മൾ ഇതിൽ എപ്പോഴും ഡബിൾ കോട്ട്സിലായിരിക്കും ഇതിട്ടുണ്ടാകുക. എന്തെങ്കിലും ഒന്ന് ഹി സെഡ് എന്ന് പറയും, അതിനുശേഷം ആ പറയുന്ന കാര്യം ഡബിൾ കോട്ട്സിന്റെ ഉള്ളിലായിരിക്കും ഇട്ടിട്ടുണ്ടാകുക. ഓക്കെ, അപ്പൊ എന്താണ് റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയാ? റിപ്പോർട്ടഡ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്നും പറയും. റിപ്പോർട്ടഡ് സ്പീച്ച് ഈസ് എ വേ ടു റിപ്പോർട്ട് വാട്ട് someone said without using their exact moral involving change in tense, pronoun and time expression. ഓക്കെ, അപ്പൊ നമ്മൾ ഈ റിപ്പോർട്ടഡ് സ്പീച്ച് ഇപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ കുറെ ടെൻസുകളിലൂടെയാണ് നമ്മൾ പഠിക്കാൻ പോണത്. പ്രസന്റ് ടെൻസ്, പാസ്റ്റ്, ഫ്യൂച്ചർ എല്ലാം നമ്മൾ ഈ സിമ്പിൾ പ്രസന്റിനെ മാറ്റുമ്പോൾ സിമ്പിൾ പാസ്റ്റിലേക്കായിരിക്കും വരിക. ഞാൻ കുറെ എക്സാമ്പിൾസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് പറയാലോ അല്ലെ? ഓക്കെ, കുറെ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് കുറച്ച് പറയാം. എല്ലാം കൂടി പറഞ്ഞാൽ ശരിയാവില്ല, അതുകൊണ്ട് കുറച്ച് പറയാം. ഓക്കെ, ഓക്കെ, ഇപ്പൊ ഡയറക്റ്റ് സ്പീച്ചും ഇൻഡയറക്റ്റ് സ്പീച്ചും. ഒന്നാമത്തെ എക്സാമ്പിൾ പറയാൻ പോണത്,
ടോം സെഡ് ഐ ആം ഹംഗ്രി. ടോം എന്ന് പറയുന്ന ആള് പറയണേ ഐ ആം ഹംഗ്രി, എനിക്ക് വിശക്കുന്നു എന്ന് പറയണു. അപ്പോ അത് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ഇത് എന്താണ്? ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് അല്ലെ? ടോം സെഡ് ഐ ആം ഹംഗ്രി, എനിക്ക് വിശക്കുന്നു എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഇതിന് നമ്മൾ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ ടോം സെഡ്, അതിനുശേഷം നമ്മൾക്ക് വേണമെങ്കിൽ ആ കോമ ഉണ്ടല്ലോ അതിന് നമുക്ക് ദാറ്റ് എന്ന് മാറ്റാം. ഓക്കെ, ടോം സെഡ് ദാറ്റ് ഹി. അപ്പൊ ഐ ആം ഹംഗ്രി എന്നുള്ളത് എന്താവും? നമ്മൾ വേറൊരാളുടെ അടുത്ത് പറയുമ്പോൾ ടോം പറഞ്ഞു അവനിക്ക് വിശക്കണു എന്നുള്ളത് എന്നല്ലേ പറയുള്ളൂ. അവനിക്ക് വിശക്കുന്നു എന്നാ നമ്മൾ പറയുള്ളൂ, അല്ലാതെ ടോം പറഞ്ഞു എനിക്ക് വിശക്കണു എന്ന് പറയില്ലല്ലോ. അപ്പൊ ടോം പറഞ്ഞു അവന് വിശക്കുന്നു എന്ന്. അപ്പൊ ടോം സെഡ് ദാറ്റ് ഹി വാസ് ഹംഗ്രി എന്നാ വരുള്ളൂ. അപ്പൊ നമ്മൾ ഐ ആം പോയിട്ട് അവിടെ വാസ് എന്നുള്ളതായിരിക്കും വരിക. സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. ഡയറക്റ്റിനെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ സിമ്പിൾ പ്രസന്റ് ഐ ആം ഹംഗ്രി എന്നുള്ളത് ഹി വാസ് ഹംഗ്രി എന്നതായിട്ട് മാറും. ടോം സെഡ് ദാറ്റ് ഹി വാസ് ഹംഗ്രി. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്തതാണ് റിയ സെഡ്. അടുത്തൊരു എക്സാമ്പിൾ പറയാം. ഇത് എഴുതണമെങ്കിൽ എഴുതിക്കോട്ടോ. റിയ സെഡ് ഐ ലൈക്ക് ഗ്രീൻ ടീ. റിയ എന്ന് പറയുന്ന ആള് പറയണേ എനിക്ക് ഗ്രീൻ ടീ ഇഷ്ടമാണ് എന്ന് പറയണ. ഇത് എന്ത് ടെൻസ് ആണ്? റിയ എനിക്ക് ഗ്രീൻ ടീ ഇഷ്ടമാണെന്ന് പറയണ. ഇത് സിമ്പിൾ ടെൻസ് ആണോ അത് പാസ്റ്റ് ആണോ? ഏത് ടെൻസ് ആണ് ഇപ്പൊ പറഞ്ഞത്? റിയ സെഡ്, റിയ എന്ന് പറയുന്ന കുട്ടി പറയണ പറഞ്ഞു. ഓക്കെ, സൈസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു, സെഡ് പറഞ്ഞു എന്നുള്ളതാണ്. റിയ സെഡ് ഐ ലൈക്ക് ഗ്രീൻ ടീ, എനിക്ക് ഗ്രീൻ ടീ ഇഷ്ടമാണ് എന്ന് റിയ പറഞ്ഞു. ഇത് ഏത് ടെൻസ് ആണ്? പ്രസന്റ് ടെൻസ് അല്ലേ? സിമ്പിൾ പ്രസന്റ് അല്ലേ? അപ്പൊ അതിന് നമ്മള് ഇതിന് നമ്മൾ എന്തിലോട്ടാ മാറ്റേണ്ടത്? സിമ്പിൾ പാസ്റ്റിലേക്ക്. സിമ്പിൾ പ്രസന്റിനെ സിമ്പിൾ പാസ്റ്റിലേക്ക്, പ്രസന്റ് കണ്ടിന്യൂസിനെ പ്രസന്റ് പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക്, അതേ മെത്തേഡ് മാറ്റിയാൽ മതി. നമ്മളെല്ലാം പാസ്റ്റിലേക്ക് മാറ്റുന്നു. സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റുമ്പോൾ വാസ് വരുമോ? വരും. സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റുമ്പോൾ വരില്ലല്ലോ. മനസ്സിലായില്ല? പറഞ്ഞോളൂ. പാസ്റ്റ് കണ്ടിന്യൂസിലല്ലേ വാസ് വരുവാന്ന് ഞാൻ ചോദിച്ചത്. ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെയും വരും കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞത് റിയ സെഡ് ഐ ലൈക്ക് ഗ്രീൻ ടീ എന്നുള്ളതല്ലേ പറഞ്ഞത്. ഓക്കെ, അതിനെ നമ്മള് പാസ്റ്റിലേക്ക് മാറ്റുമ്പോൾ റിയ സെഡ് ദാറ്റ് ഷീ ലൈക്ക്ഡ്. ലൈക്ക് എന്നുള്ളത് എന്താവും? പാസ്റ്റിലേക്ക് മാറ്റുമ്പോൾ ലൈക്ക്ഡ് എന്നാക്കും. ഷീ ലൈക്ക്ഡ് ഗ്രീൻ ടീ എന്നാണ് മാറുക. ഓക്കെ, മനസ്സിലായോ? റിയ സെഡ് ദാറ്റ് ഷീ ലൈക്ക്ഡ് ഗ്രീൻ ടീ. അടുത്തത് പറയാട്ടോ. ഇനി ഒരു ടെൻസും കൂടി പറയട്ടെ. സിമ്പിൾ ടെൻസ് ആണ് പറയുന്നത്. ടോം സെഡ് ഐ ആം ടയേർഡ്. ടോം പറയണേ ഞാൻ ടയേർഡ് ആയിരിക്കണെന്ന് പറയണേ. അപ്പൊ അത് വേറൊരാളുടെ അടുത്ത് പറയുമ്പോ എങ്ങനെയാ പറയാ? വേറെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പിന്നെന്തായിരുന്നു സെന്റൻസ്? അത് ടോം അല്ലേ? അപ്പൊ അവനിക്ക് എന്നുള്ളതാണ് പറയുന്നത്. ഐ ആം ടയേർഡ് എന്നുള്ളത് എന്തായിട്ട് മാറും? ഞാൻ വരിക ഹി വാസ് ടയേർഡ് എന്നാ വരിക. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പ്രസന്റ് കണ്ടിന്യൂസ് നോക്കിയാലോ? ഇത്ര മതിയില്ല എക്സാമ്പിൾ. ഇനി ഞാൻ കുറെ എഴുതിയിട്ടുണ്ട്. ഇനി വേണോ എക്സാമ്പിള്? ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. പറഞ്ഞോളൂ. നിങ്ങളിപ്പോ ചോദിച്ച കാര്യം സിമ്പിൾ പ്രസന്റില് വാത്ത് വരുമെന്ന് ചോദിച്ചു. ഓക്കെ, അങ്ങനെ നോക്കിയില്ലെങ്കിലും നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് കാണുമല്ലോ. ഐ ആം ഹംഗ്രി, ഐ ആം ടയേർഡ് എന്നൊക്കെ പറയില്ലേ? അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് ഐ മാറ്റാം, ആം മാറ്റാം. ഓക്കെ, ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ് ഓപ്പോസിറ്റ് ആരാണോ പറഞ്ഞത് അവള് ചിലപ്പോ മെയിൽ ആകാം ഫീമെയിൽ ആകാം. അത് മെയിൽ ആണോ ഫീമെയിൽ ആണോ നോക്കിയതിനു ശേഷം ഈ ഐ ഹി ആണോ ഷീ ആണോ എന്ന് ആഡ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്കൊരു ആൻസർ അവിടെ സബ്ജക്റ്റിന് കിട്ടും. അതിനുശേഷം വേണ്ടത് ആം ആണ്. ആം എന്നുള്ളത് നമുക്ക് എന്താണെന്ന് അറിയാം. അത് പ്രസന്റ് ടെൻസിൽ വരുന്ന ഒരു ഓക്സിലറി ആണ് ആം. സോ പ്രസന്റ് ടെൻസിൽ വരുന്ന ഓക്സിലറി നമുക്ക് എന്തായാലും മാറ്റേണ്ടത് പാസ്റ്റ് ടെൻസിലേക്കായിരിക്കും. അപ്പൊ പാസ്റ്റ് ഓക്സിലറി ആയിരിക്കും അവർ വരേണ്ടത്. അപ്പൊ ആം എന്നുള്ളത് വാസിലേക്ക് മാറും. ഞാൻ നിങ്ങൾക്ക് ഞാനിപ്പോ നോട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ആം മാറും എന്ന് ഞാൻ പറഞ്ഞു. അത് വാസിലേക്ക്. അപ്പൊ അങ്ങനെ നോക്കി പഠിക്കുന്നത് കുറച്ചുകൂടി സിമ്പിൾ ആയിരിക്കും. ഓക്കെ,
ഓക്കെ, ഇനി പ്രസന്റ് കണ്ടിന്യൂസ് പറയാം. പ്രസന്റ് കണ്ടിന്യൂസിന്റെ ആരെങ്കിലും ഒരാൾ പറയാൻ പറ്റുമോ എന്താണത്? പ്രസന്റ് കണ്ടിന്യൂസ് എങ്ങനെയാണ്? സബ്ജക്ട് പ്ലസ് is or am is or auxiliary plus verb plus ing plus object. ഓക്കെ. അപ്പോ പ്രസന്റ് കണ്ടിന്യൂസ് പറയാണ്. ഒരു എക്സാമ്പിൾ പറയാം. ഐ ആം സ്റ്റഡിയിങ് നൗ. ഓക്കെ, അത് പറഞ്ഞ എന്താ? അപ്പൊ ഒരാൾ പറയുന്നതാണ് കേട്ടോ. ടോം said I am studying now. ടോം പറയണേ I am studying now. ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിനെ നമ്മൾ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയാണ് പറയാ? ആദ്യം ആരാണ് പറഞ്ഞത്? ടോം അല്ലേ? അപ്പൊ ടോം സെഡ് ദാറ്റ്. ദാറ്റ് എന്നുള്ളത് വേണമെന്നില്ല, എന്നാലും നമ്മൾ ഒരു ഫ്ലോയ്ക്ക് വേണ്ടി പറയണം കേട്ടോ. ടോം സെഡ് ദാറ്റ്. ആരാണ് സ്റ്റഡിങ് ചെയ്യുന്നത്? ടോം എന്ന് പറയുന്നത് ഗേൾ ആണോ ബോയ് ആണോ? ഹി. അപ്പൊ ഹി. പിന്നെ അവിടെ ആമിന് പകരം നമ്മൾ ഇവിടെ എന്താ ഉപയോഗിക്കുക? ഓക്കെ, അപ്പൊ ഹി വാസ്. പിന്നെ അവിടെ സ്റ്റഡിങ് എന്നുള്ളവിടെ സ്റ്റഡിങ് തന്നെയാണ് വരിക. സ്റ്റഡിങ് നൗ എന്നുള്ളതിന് നമ്മൾ ഇവിടെ എന്ത് ഉപയോഗിക്കും? then. അപ്പൊ ടോം സെഡ് ദാറ്റ് ഹി വാസ് സ്റ്റഡിങ് then. നൗ എന്നുള്ളതിന് പകരം നമ്മൾ എന്ത് ഉപയോഗിച്ചു? then ഉപയോഗിച്ചു. പിന്നെ ഐ ആം സ്റ്റഡിങ് എന്നുള്ളത് നമ്മൾ എന്ത് വെച്ചു? ഹി വാസ് സ്റ്റഡിങ്. ടോം പറഞ്ഞു ഹി വാസ് സ്റ്റഡിങ് നൗ, സോറി സ്റ്റഡിങ് then. ഓക്കെ, പാസ്റ്റിലേക്ക് ആക്കുമ്പോ ഇൻഡയറക്റ്റിലേക്ക് ആക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് ഉപയോഗിക്കുക. ഓക്കെ, നെക്സ്റ്റ് അടുത്ത എക്സാമ്പിൾ പറയാം. ടീന said we are cleaning our room. ടീന എന്ത് പറഞ്ഞു? we are cleaning our room. അതിന്റെ അർത്ഥം എന്താ? ഞങ്ങളുടെ മുറി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അതേത് ടെൻസ് ആണ്? പ്രസന്റ് കണ്ടിന്യൂസ്. അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നതല്ലേ, വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ നമ്മളിതിന് പാസ്റ്റിലേക്ക് ആക്കുമ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസിലേക്കാണ് ഇതിനെ മാറ്റേണ്ടത്. അപ്പോ ഫസ്റ്റ് ഗേളുടെ പേരെന്താണ്? ടീന അല്ലെ? അപ്പൊ ടീന സെഡ് ദാറ്റ് വി ആർ എന്നുള്ളവിടെ എന്താകും പാസ്റ്റിലേക്ക് മാറ്റുമ്പോ? They ആവും. ദേ ആറാണോ ദേ വേറാണോ? They were. ദേ വേർ. അപ്പോ ദേ വേർ. പിന്നെ എന്താ ചെയ്യുന്നത് അവരവിടെ? ക്ലീനിങ് അവർ റൂം എന്നുള്ളത് എന്തായി മാറും? ടീന പറയണേ അവര് അവരുടെ റൂം ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. their room ആയി മാറും. അപ്പോ ടീന സെഡ് ദാറ്റ് they were cleaning their room. എന്താണ്? ടീന സെഡ് ദാറ്റ് they were cleaning their room. അപ്പൊ ഇവിടെ നമ്മള് അവർ റൂം എന്നുള്ളത് എന്തായി മാറി? their room ആയിട്ട് മാറി. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ വി എന്നുള്ളവിടെ ദേ എന്നാണ് ഉപയോഗിക്കുന്നത് അല്ലെ? പാസ്റ്റിലേക്ക് മാറ്റുമ്പോ വി ആർ എന്നുള്ളവിടെ നമ്മൾ എന്ത് ഉപയോഗിച്ചു? ദേ ആർന്ന് ഉപയോഗിച്ചു അല്ലെ? ഇനി നമുക്ക് അടുത്ത സെന്റൻസിലേക്ക് പോവാം. നമുക്കിത് കൂടുതൽ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടുതരാം കേട്ടോ, എക്സാമ്പിൾ കുറെ എഴുതിയിട്ടുള്ളത്. ഇനി അടുത്ത സെന്റൻസ് പോവാം. പ്രസന്റ് പെർഫെക്റ്റ് കേട്ടോ. ഓക്കെ അല്ലേ? പ്രസന്റ് പെർഫെക്റ്റ് ആരെങ്കിലും ഒരാൾ പറയോ? ഫർസാന വേണ്ട, വേറൊരാൾ പറയും നോക്കട്ടെ. ഞാൻ പറയേ? ആർക്കും അറിയില്ല പ്രസന്റ് പെർഫെക്റ്റിന്റെ? സബ്ജക്റ്റ് പ്ലസ് has or have plus v3 v3 പ്ലസ് സബ്ജക്റ്റ് അല്ലെ? സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് v3 ആണ് എന്ത്? പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ് സിംഗുലർ ആണെങ്കിൽ പാസ്റ്റിലേക്ക് മാറ്റുമ്പോ? ഓക്കെ, പാസ്റ്റ് ടെൻസ് ആരാ പറയാ? പാസ്റ്റ് പെർഫെക്റ്റ് ഞാൻ പറയാം. സബ്ജക്റ്റ് ഹാഡ് പ്ലസ് v3. ഓക്കെ, അത് ഈസി ആണ് അല്ലെ? ഇപ്പൊ ഇവിടെ ഹാസ് ഓർ ഹാവ് ആണെങ്കിൽ പാസ്റ്റിലേക്ക് മാറ്റുമ്പോ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് v3. അപ്പൊ ഹാഡ് v3 എന്ന് പറയുമ്പോ ഈസി അല്ലേ? അപ്പൊ അതേപോലെയാണ് നമ്മളിപ്പോ സെന്റൻസ് മാറ്റേണ്ടത് കേട്ടോ. ഇപ്പൊ ഹാവ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് മാറ്റണം? ഹാഡ് പ്ലസ് v3. ഹാസ് ആണെങ്കിലും എന്താണ്? ഹാഡ് പ്ലസ് v3. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റിനെ ഡയറക്റ്റ് സെന്റൻസിൽ നിന്നും ഇൻഡയറക്റ്റ് സെന്റൻസിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ഹാഡ് പ്ലസ് v3 ആണ് എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. ഹാഡ് പ്ലസ് v3. ഓക്കെ അല്ലേ? നമ്മളിപ്പോ സെന്റൻസ് പറയാം. ദിവ്യ said I have taken some photos. ദിവ്യ എന്ത് പറഞ്ഞു?
ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഐ ഹാവ് ടേക്കൺ സം ഫോട്ടോസ്. ദിവ്യ said ഐ ഹാവ് ടേക്കൺ സം ഫോട്ടോസ്. അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെയാണ്, ആരാണ് പറഞ്ഞത്? പാസ്റ്റിലേക്ക് മാറ്റുമ്പോൾ ആരാണ് പറഞ്ഞെന്നുള്ളതാണ് ആദ്യം വേണ്ടത്. ആരാ പറഞ്ഞത്? ദിവ്യ. അപ്പൊ ദിവ്യ said that. അതേപോലെ തന്നെ ദിവ്യ said that. അതിനുശേഷം ഐ ഹാവ് ടേക്കൺ സം ഫോട്ടോസ് എന്നുള്ളവിടെ ദിവ്യ പെണ്ണാണോ ആണാണോ? ഷീ ആണ് അപ്പോ ഉപയോഗിക്കുക. അപ്പൊ ഷീ ഹാവിന്റെ നമ്മൾ എന്താ പറഞ്ഞത്? ഹാഡ് പ്ലസ് V3 അല്ലേ പറഞ്ഞത് പാസ്റ്റിലേക്ക് മാറ്റുമ്പോ? അപ്പോ ഷീ ഹാഡ് ടേക്ക് എന്നുള്ളതിന്റെ എന്താ വരിക? ടേക്കൺ എന്നുള്ളത് അതേപോലെ തന്നെയാണ് വരിക അല്ലെ? ഷീ ഹാഡ് ടേക്കൺ. ടേക്കിന്റെ V3 ടേക്കൺ അല്ലേ? ടേക്കൺ. അപ്പോ ദിവ്യ said that she had. ആരെങ്കിലും സെന്റൻസ് കംപ്ലീറ്റ് ആക്കി നോക്കട്ടെ. ഷീ ഹാഡ്, അത്രേ ഉള്ളൂ. നമ്മൾ ആ സെന്റൻസ് അതേപോലെ തന്നെ പറയാം. Divya said that she had taken some photos. അത്രേ ഉള്ളൂ കേട്ടോ. ദിവ്യ ആദ്യം ആരാണ് പറയുന്നത് അവരുടെ പേര് മുകളിൽ എഴുതിട്ട് ദിവ്യ said that എന്ന് എഴുതുക. എന്നിട്ട് നമ്മൾ ആ ഡബിൾ കോട്ട്സ് ഉണ്ടല്ലോ അതിലാണ് നമ്മൾ ബാക്കിയുള്ളത് എഴുതേണ്ടത്. പിന്നെ അത് ആ ദിവ്യ എന്നുള്ളത് ഗേൾ ആണെങ്കിൽ അപ്പൊ അവിടെ ഷീ എഴുതുക, ബോയ് ആണെങ്കിൽ അപ്പൊ ഹി എഴുതുക. ഓക്കെ. എന്നിട്ട് അവിടെ ഹാവ് ആണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് ഹാവ് കാണുമ്പോൾ തന്നെ നമ്മൾ എന്ത് എഴുതണം? അവിടെ ഹാഡ് എഴുതണം, അതിന്റെ പാസ്റ്റ് എഴുതുക. ഓക്കെ. എന്നിട്ട് V3 കൂടി ചേർത്ത് എഴുതുക, അതേ സെന്റൻസ് തന്നെ എഴുതുക. അപ്പോ ദിവ്യ said that she had taken some photos. ഇങ്ങനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുക. അതിന്റെ അർത്ഥം എന്താണ്? ആരെങ്കിലും ഒരാൾ പറയോ? ദിവ്യ said that she had taken some photos. പറയൂ. ഇപ്പൊ ഞാൻ പറഞ്ഞു പ്രസന്റിൽ ഇതാണെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ദിവ്യ പറഞ്ഞു ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രസന്റ് പെർഫെക്റ്റില്. അപ്പോ അതിനെ പാസ്റ്റിലേക്ക് ആക്കുമ്പോ അവള് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതല്ലേ ഉള്ളൂ. അവിടെ നമ്മളൊന്നും മാറ്റിയിട്ടുണ്ട്. ഉണ്ടായിരുന്നു എന്നല്ലേ? അതെ, പാസ്റ്റിലേക്ക് മാറ്റുമ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു, അത്ര തന്നെ. അല്ലാതെ നമ്മൾ കൂടുതലൊന്നും ചേഞ്ച് വരുത്തിയിട്ടില്ലല്ലോ. അവിടെ ഹാഡ് മാത്രമാണ് വരുത്തിയിട്ടുള്ളൂ കേട്ടോ. ഹാവിനെ ഹാഡ് ആക്കി V3 ആക്കി. ഓക്കെ. ഞാൻ അടുത്ത ഒരു പ്രസന്റ് പെർഫെക്റ്റിന്റെ ഒരു എക്സാമ്പിളും കൂടി പറയട്ടെ. റാണി said I have been to Japan. അവർ എന്താ? റാണി എന്ത് പറഞ്ഞു? I have been to Japan. ഞാൻ ജപ്പാനില് പോയിട്ടുണ്ട്. റാണി പറഞ്ഞു ഞാൻ ജപ്പാനിൽ പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഹാവ് ബീൻ എന്നാണ് വന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ നമ്മൾ അപ്പുറത്ത് മാറ്റുമ്പോ എങ്ങനെ എഴുതണം? റാണി said that. ആരാ പറഞ്ഞത്? എങ്ങനെ? അതെ, ഹാഡ് ബീൻ ടു ജപ്പാൻ എന്നാക്കും, അത്രേ ഉള്ളൂ. ഓക്കെ അല്ലെ? ടീച്ചർ തെറ്റുണ്ടോ? ടീച്ചർ ആലോചിക്കണോ? മതിയോ? ഞാൻ അത് വിചാരിച്ചു. ഇത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലേ പറഞ്ഞത്? നമുക്ക് പെർഫെക്റ്റ് വരെയുള്ളൂ. നമുക്കത് പഠിക്കാനുണ്ട്, പക്ഷേ നമ്മുടെ ടെക്സ്റ്റിൽ. മതി. ശരി, ഞാൻ എഴുതിയപ്പോ ടീച്ചർ അത് പറഞ്ഞില്ലല്ലോ, ഇപ്പഴല്ലേ ഒന്ന് പറഞ്ഞത്. അത് എഴുതി വെക്കുമ്പോ അങ്ങനെ എഴുതി പോയി. എനിക്കറിയാം, ടെക്സ്റ്റിൽ അത്രയേ ഉള്ളൂ. പിന്നെയും പറഞ്ഞത് കൺഫ്യൂഷൻ ആണ്. പിന്നെ കുഴപ്പമില്ല. ഇനി എന്തായാലും അടുത്ത ആളെടുത്തോട്ടെ അല്ലെ? ഞാൻ എന്നെ എടുത്താ ബോറടിക്കും. അടുത്ത ആളെടുക്കാം. താങ്ക് യു സഫിയ. വെൽക്കം. നേരത്തെ ക്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മിനിറ്റ്, ഞാൻ ഒരു കാര്യം പറയട്ടെ. എങ്ങനെ ഉണ്ടായിരുന്നു ടീച്ചർ ഫസ്റ്റ് ടൈം ക്ലാസ്? മിസ് ഞാൻ എടുക്കട്ടെ. എങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞോളൂ. ഞാൻ പറയാം കേട്ടോ. എല്ലാവരും ഞാൻ ക്ലാസ്സിനെ കുറിച്ച് പറയാം. ഇതൊന്ന് പറഞ്ഞിട്ടെ. എന്നുവെച്ചാല് നമുക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സബ്ജക്ട് സെന്റൻസില് സ്റ്റേറ്റ്മെന്റില് സബ്ജക്ട് എഴുതാൻ നോക്കുക. ആ സബ്ജക്റ്റിന് മാറ്റം വരും. ഓക്കെ. അതിനുശേഷം വരുന്ന ഓക്സിലറീസ്, അത് ഏത് ഓക്സിലറി ആണെങ്കിലും ഡു, ഡസ്, ഇനിയിപ്പോ ഹാവോ, ഹാസോ, ആം, വാസ് എന്താണെങ്കിലും അതിന് മാറ്റം വരും. ഓക്കെ. ഇനി അതല്ല ടുമോറോ, ടുഡേ, ദാറ്റ്, ദിസ് എന്നൊക്കെ പറയുന്നത് എല്ലാത്തിനും മാറ്റം വരും. ബാക്കി കാണുന്ന വെർബിനൊന്നും അവിടെ മാറ്റം സംഭവിക്കുന്നില്ല. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നാല് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. സഫിയ നന്നായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. കുറച്ച് എന്തൊക്കെയോ ഒരു ടെൻഷൻ ഉണ്ടായ പോലെ തോന്നുന്നുണ്ട്.
അത് ഫസ്റ്റ് ടൈം ആയതിന്റെയാണ്. കുഴപ്പമില്ല, എന്നാലും എല്ലാവർക്കും മനസ്സിലായി. ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായോ? സത്യ എടുത്ത ക്ലാസ് മനസ്സിലായോ? മനസ്സിലായി. താങ്ക് യു സുഫിയ ടീച്ചറെ. മനസ്സിലായില്ലെങ്കിലും മനസ്സിലായി പറയട്ടോ എല്ലാരും. താങ്ക് യു സഫിയ ടീച്ചർ. ഓ താങ്ക് യു. ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാണ്? നെക്സ്റ്റ് ഉഷാറാണി. ഓക്കെ, ഉഷാറാണി സ്റ്റാർട്ട് ചെയ്തോളൂ. ഉഷാറാണി ടീച്ചർ. ഉഷ ടീച്ചർ മതി, റാണി വേണ്ട അല്ലേ? റാണി ടീച്ചർ. ഗുഡ് ആഫ്റ്റർനൂൺ ടീച്ചർ. ഗുഡ് ആഫ്റ്റർനൂൺ മൈ ഡിയർ. ഉഷ ടീച്ചർ. പണ്ട് നമ്മളെ സ്കൂളിലെ ടീച്ചേഴ്സ് വരുമ്പോ ആദ്യം ഇങ്ങനെയല്ല നീട്ടിയായിരിക്കും പറയുന്നത്. Today I got the topic reporting statement. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. റിപ്പോർട്ടഡ് സ്പീച്ച് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താ പറയുക, പരദൂഷണം പറയുക എന്നാണ് മലയാളത്തിൽ. പരദൂഷണത്തിൽ നിങ്ങൾ എന്തോ ഒരു കാര്യം കേട്ട് ആ കേട്ട കാര്യം വേറെ ഒരാളോട് പോയി പറയുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതുവാനാണ് ഒരു കാര്യം. രണ്ടുപേര് സംസാരിക്കുന്നത്, നിങ്ങൾ ആ കാര്യം നമ്മൾ രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്ന കാര്യത്തിനെയാണ് നമ്മൾ എന്ത് പറയാ, ഡയറക്റ്റ് സ്പീച്ച്. ആ കേട്ട കാര്യം മൂന്നാമതൊരാളോട് പറയുന്നതിനെയാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ സെഫിയോട് ഒരു കാര്യം പറഞ്ഞത് ശ്രീലക്ഷ്മി കേട്ടു. ശ്രീലക്ഷ്മി അത് ഷാരിബേനോട് പറയുന്നു. ഇതാണ് ഡയറക്റ്റ് ഓൺ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇപ്പൊ റിപ്പോർട്ടഡ് സ്പീച്ചിൽ 4 ഘടകങ്ങളാണ് ഉള്ളത്. റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ്, റിപ്പോർട്ടിംഗ് ക്വസ്റ്റ്യൻ, റിപ്പോർട്ടിംഗ് ഇമ്പാരിറ്റീവ്, റിപ്പോർട്ടിംഗ് എക്സ്ക്ലാമേഷൻ. അതിൽ ഒന്നാമത്തേതാണ് റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ്. റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് പഠിക്കാം. രാജു സെഡ് ഐ ആം ഡ്രിങ്കിങ് ടീ. ഈ സ്റ്റേറ്റ്മെന്റിൽ ഐ ആം ഡ്രിങ്കിങ് ടീ എന്ന വാക്യം രാജു പറഞ്ഞതാണ്. ഇനി രാജു സെഡ് എന്ന സെന്റൻസിൽ ആരാ പറഞ്ഞു എന്ന് വ്യക്തമാക്കുന്നു. ഇങ്ങനെ ആരോട് എപ്പോൾ പറഞ്ഞു എന്ന പദങ്ങളെ നമുക്ക് റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. ഇനി രാജു പറഞ്ഞ വാക്യം കേട്ട് മൂന്നാമതൊരാളോട് പോയി പറയുമ്പോൾ ഈ സെന്റൻസിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവും. ആ സെന്റൻസിനെ നമുക്ക് ഇങ്ങനെ പറയാം, രാജു സെഡ് ദാറ്റ് ഹി വാസ് ഡ്രിങ്കിങ് എ ടീ. ഇവിടെ അർത്ഥം വരുന്നത് ചായ കുടിക്കുന്നു എന്നായിരുന്നു രാജു പറഞ്ഞത്. ഇതിൽ മൂന്നാമത്തെ ആളോട് പറയുന്ന വ്യക്തി അയാളുടെ സ്വന്തം രീതിയിൽ പറയുന്നു. പറയുന്ന സെന്റൻസിനെ നമുക്ക് മലയാളത്തിൽ പരോക്ഷ സംഭാഷണം എന്ന് പറയാം. ഇംഗ്ലീഷിൽ റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റിന് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടിയുണ്ട്. ഇവിടെ രാജു സെഡ് ദാറ്റ് ഹി വാസ് ഡ്രിങ്കിങ് ടീ. ഇതിൽ ദാറ്റ് എന്ന പദം റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റിനെ യോജിപ്പിക്കാൻ യൂസ് ചെയ്യുന്നു. കൊട്ടേഷണൽ അസേർട്ടീവ് സെന്റൻസ് ആണെങ്കിൽ ദാറ്റ് ഉപയോഗിക്കണം. റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റിൽ വരുന്ന വേർബിനെ നമുക്ക് റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയാം. വേർബ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ കൊട്ടേഷൻ പാസ്റ്റ് ടെൻസ് ആക്കണം. അതുപോലെ വേർബ് പ്രസന്റ് ആണെങ്കിൽ കൊട്ടേഷൻ മാറ്റേണ്ട ആവശ്യമില്ല. എക്സാമ്പിൾ, ഷീല സെഡ് I am drinking tea. Sheila said that she was drinking tea. Sheila said to me, I am drinking tea. ഇതിന്റെ ആൻസർ വരുക, ഷീല told me that she was drinking tea. ഈ രണ്ടാമത് പറഞ്ഞ സെന്റൻസിൽ ഷീല ആരോട് പറഞ്ഞു എന്ന് സൂചിപ്പിക്കുന്നു. ആയതുകൊണ്ടാണ് സെഡ് പകരം ടോൾഡ് ഉപയോഗിക്കുന്നത്. നമ്മൾ സിമ്പിൾ ടിപ്പായിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യം, സെഡ് ടു വരുമ്പോൾ എപ്പോഴും നമ്മൾ ടോൾഡ് ആക്കണം. ഇനി കുറച്ച് നമുക്ക് എക്സാമ്പിൾ നോക്കാം. പ്രസന്റ് കണ്ടിന്യൂസിനെ ഇൻഡയറക്റ്റ് ചെയ്യുമ്പോൾ അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറും. ഷീ സെഡ് ടു ആമി ഈസ് ഇന്റലിജന്റ്. അപ്പൊ ഇതെങ്ങനെയാ വരിക? പ്രസന്റ് കണ്ടിന്യൂസിനെ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസിലാക്കുമ്പോൾ ആരും ഇല്ലേ? ഹലോ,
കൂടെ പറയൂ. കേൾക്കുന്നില്ലേ? ഹലോ, നീ ഒന്നുകൂടി ഒന്നുകൂടി She പറയൂ. said to me, Ami is ഒന്നുകൂടി പറയൂ intelligent. ക്വസ്റ്റ്യൻ. She said to me, Ami is intelligent. ഇത് നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസിലെ ഇൻഡയറക്റ്റ് ചെയ്യുമ്പോൾ അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആക്കിയിട്ട് മാറ്റണം. ഹലോ, She said to ആരില്ല, me, ഞാൻ തന്നെ പറയാം. കേട്ടില്ലടാ. ആമി She ഈസ് said to ഇന്റലിജന്റ്. me. ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയോ? കേൾക്കുന്നില്ലേ പറയുന്നേ? She said to me, Ami is intelligent. ഹലോ, ആമിയാണേ. She said to ഞാൻ me. എന്തായാലും She told her ഹലോ, she is intelligent. ആ Amy said that. ആ നേരം ഞാൻ ആൻസർ പറയാം. ആരും പറയുന്നത് ഈസിനെ എങ്ങനെയാണ് കേൾക്കുന്നില്ല, നെറ്റിന്റെ പാസ്റ്റിലേക്ക് പ്രോബ്ലം മാറ്റുക ഉണ്ടോന്ന് പറഞ്ഞു തോന്നുന്നു. നോക്കൂ. ഹലോ, ഈസിനെ എങ്ങനെ പാസ്റ്റിലേക്ക് മാറ്റുക? എന്താ വരിക? Was. ആരാണ് അവിടെ പറഞ്ഞത്? Amy said that she was. ബാക്കി എന്തായിരുന്നു? സെന്റൻസ് എന്തായിരുന്നു? ഇന്റലിജന്റ്. ഷീ സെഡ് ടു മീ ആമി ഈസ് ഇന്റലിജന്റ്. അപ്പൊ ഇതിൽ മാറ്റേണ്ടത് എന്താന്ന് വെച്ചാൽ സെഡ് മാറ്റണം. Told out. വരുന്നത് എന്താ? അതേപോലെ തന്നെ ഉപയോഗിക്കാനും പറ്റില്ലേ? അപ്പൊ she told me that she was intelligent. ആ സെഡ് ടു എന്ന വേർഡ് സെന്റൻസിൽ വന്നത് കൊണ്ടാണ് ടോൾഡ് എന്ന വേർഡ്. റാണി, ഒരു സംശയം ചോദിച്ചോട്ടെ? ഈ റിപ്പോർട്ടിംഗ് വേർഡ്സ് ഉണ്ടല്ലോ, സേ, സെഡ്, ടെൽ, ആസ്ക് എന്നൊക്കെ പറയുന്നത്, അത് നമുക്ക് സെഡ് എന്ന് പറഞ്ഞാൽ ടോൾഡ് എന്ന് മാത്രം അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ? ഇല്ല, സെഡ് ടു മീ എന്ന് പറഞ്ഞാൽ അത് തന്നെ ഉപയോഗിക്കാം. പിന്നെ വേണമെങ്കിൽ ടോൾഡും ആക്കാം. അങ്ങനെയല്ലേ ടീച്ചറെ? ഞാനത് പറയാട്ടോ, കൺഫ്യൂഷൻ. ഞാൻ പറഞ്ഞോട്ടല്ലേ നീ? ഉഷാരടി കഴിയാറായോ? മിസ്സേ, കംപ്ലീറ്റ് ചെയ്യും. കഴിയാറായി മിസ്സേ. കംപ്ലീറ്റ് ചെയ്യും. നമ്മള് ഇപ്പോൾ പറഞ്ഞതിന് സെഡ് ടു എന്ന വേർഡ് സെന്റൻസിൽ വന്നത് കൊണ്ടാണ് ടോൾഡ് എന്ന വേർഡ് കൊട്ടേഷൻ യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. പിന്നെ പ്രസന്റ് ആയതുകൊണ്ട് നമ്മൾ ഇൻഡയറക്റ്റ് ആക്കുമ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ആകും. അതുപോലെ വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. റോയ് സെഡ് ഇറ്റ് ഈസ് ടൈം ടു ലീവ്. ആൻസർ, റോയ് സെഡ് ദാറ്റ് ഇറ്റ് വാസ് ടൈം ടു ലീവ്. ഈ സെന്റൻസിൽ സെഡിന്റെ കൂടെ ദാറ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് കൊട്ടേഷൻ പ്രസന്റ് ടെൻസ് ഇൻഡയറക്റ്റ് ആയിട്ട് മാറുമ്പോൾ പ്രസന്റ് ടെൻസ് ആകുന്നത്. മാറിയ സോറിയെ, പാസ്റ്റ് എന്നായിരുന്നു. സിമ്പിൾ പാസ്റ്റ് ആക്കുന്ന എക്സാമ്പിളും കൂടി ഞാൻ പറയാം. ഷീ സേസ് ഐ റൈറ്റ് എ ലെറ്റർ. She says that she write a letter. ഈ സെന്റൻസിൽ സേയുടെ അടുത്ത് ദാറ്റ് യൂസ് ചെയ്തത് കൊട്ടേഷൻ യോജിപ്പിക്കുന്നതിനും പിന്നെ കൊട്ടേഷൻ സിമ്പിൾ പ്രസന്റ് ഇൻഡയറക്റ്റ് ആക്കുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ആകുന്നു. സിമ്പിൾ പാസ്റ്റിനെ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പൂനം സെഡ് ഐ വർക്ക്ഡ് ഹാർഡ്. പൂനം question. Answer, Poonam said that she had worked hard. ഈ സെന്റൻസിൽ ദാറ്റ് കൊട്ടേഷൻ യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. സിമ്പിൾ പാസ്റ്റിന് ഇൻഡയറക്റ്റിലാക്കുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റും ആകും. പ്രസന്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആക്കുന്നതിന് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഈ സെഡ് ദാറ്റ് ഐ ഹാവ് ഫിനിഷ്ഡ് വർക്ക്. he said that he had finished his work. ഈ സെന്റൻസിൽ ദാറ്റ് കൊട്ടേഷൻ യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. പ്രസന്റ് പെർഫെക്റ്റ് ഇൻഡയറക്റ്റിലാക്കുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആകുന്നു. ഇനി പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. She said I have been waiting for 3 hours. She said that she had been writing for 3 hours. ഈ സെന്റൻസിൽ ദാറ്റ് കൊട്ടേഷൻ യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇൻഡയറക്റ്റിലേക്ക് ആക്കുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റും ആകുന്നു.
പാസ്റ്റ് കണ്ടിന്യൂസ് ഇൻഡയറക്റ്റിലാക്കുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുന്നു. They said we have been walking along the beach. Answer, they said that they had been walking along the beach. സെഡിന്റെ കൂടെ ദാറ്റ് ഉപയോഗിക്കുന്നത് കൊട്ടേഷൻ യോജിപ്പിക്കാനാണ്. പാസ്റ്റ് കണ്ടിന്യൂസ് ഇൻഡയറക്റ്റ് ആകുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും ആകുന്നു. ഇതിൽ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിനെ കുറിച്ച് പറഞ്ഞില്ല. കാരണം പാസ്റ്റ് പെർഫെക്റ്റ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയാലും പാസ്റ്റ് പെർഫെക്റ്റിന് ഒരു ചേഞ്ചും വരില്ല. കൊട്ടേഷൻ യോജിപ്പിക്കാൻ സെഡിന്റെ കൂടെ ദാറ്റ് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. So I hope you all understand that I teach my friends today. I would like to stop here. Thank you for giving attention to me. Have a nice day. മിസ്സേ എന്തെല്ലോ തെറ്റുണ്ട്, എന്നാലും ക്ഷമിക്കണം. എന്റെ കൊട്ടേഷൻ ആണ്, ഞാൻ എന്റെ കൊട്ടേഷൻ കേട്ടിട്ടാണ് മണ്ടക്കൊന്ന് തരാൻ തോന്നി. വെറുതെ കൊട്ടേഷൻ പറയണേ, അതില്ലെങ്കിൽ മനസ്സിലാക്കിയിരുന്നു. അത് പറയുമ്പോ കൺഫ്യൂഷൻ ആകുന്നുണ്ട് അല്ലേ ടീച്ചറെ? കുറച്ചധികം മലയാളം കൂടി പോയതാണ് പ്രശ്നമായത്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയണേ. അവള് പറഞ്ഞതെല്ലാം മനസ്സിലാകുന്നുണ്ട്. ആ കൊട്ടേഷൻ പറയണതാണ് പ്രശ്നമായത്. ആ കൊട്ടേഷൻ നമ്മളെ ഈ സെഡിന്റെ അടുത്ത് ഇങ്ങനെ ഒരു കൊമ ഇടത്തില്ല, അതാ. ആ മിസ്സേ നീ അത് വെറുതെ കൂടുതൽ ഉപയോഗിച്ച പോലെ തോന്നുന്നു. പക്ഷെ കുറെ പോർഷൻസ് പറഞ്ഞു. സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യാനെന്ന് ഷറാണിക്ക് മനസ്സിലായോ? മനസ്സിലായി. ഷുവറാണോ? അത് രണ്ട് ഈ പിന്നെ നമ്മളെ സെഡ് ദാറ്റിന്റെ രണ്ടും കൂടി യോജിപ്പിക്കുന്നതിന്, അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ, ഒരു മിനിറ്റ് മിസ്സേ. ഉഷാറാണേ, ഞാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചാല് നോക്കി വായിച്ചു എന്നുള്ളത് ഓക്കെ, പക്ഷെ നോക്കി വായിച്ചാലും ഉഷാറാണിക്ക് കാര്യം മനസ്സിലായോ എന്നാ ഞാൻ ചോദിച്ചത്. ദി സെഡ് ദാറ്റ് വി ഹാവ് ബീൻ വാക്കിംഗ് എന്നുള്ളത് നമ്മൾ അതിന്റെ നടുക്ക് യോജിപ്പിക്കുന്നതിനല്ലേ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് she said that, അല്ലെങ്കിൽ she says I'm hungry എന്നൊക്കെ പറയില്ലേ, I'm hungry ആണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട പോർഷൻ. അത് മാത്രമാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ അതിന്റെ അപ്പുറത്തെ സ്റ്റേറ്റ്മെന്റ് എന്നല്ലേ പറയുന്നത്? അത് സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, മിസ്സേ ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? പറയട്ടെ ഞാൻ പറയാണ്. പക്ഷെ പറഞ്ഞത് തെറ്റൊന്നുമില്ല. കുറെയൊക്കെ എഫേർട്ട് എടുത്തിട്ടുണ്ട്, നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. മാക്സിമം ക്ലാസ് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. പക്ഷെ ടെൻഷനും ഒക്കെ ഉണ്ട്. അത് കൂടെ മിക്സ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റേതായ ചെറിയൊരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ. കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. എന്നാലും അവിടെയോടെയും ചെറിയ ഡൗട്ട് ഉഷാറാണിക്കും ഉണ്ട്, കേട്ടവർക്കും ഉണ്ട്. അതില് ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ തരാം. സെഡ് ടോൾഡ് ആവുന്നു, ആ ഒരു ഡൗട്ട് എല്ലാവരും പറഞ്ഞു അല്ലെ? അത് ഇത്രയേ ഉള്ളൂ. സഫിയ പറഞ്ഞു, എല്ലാത്തിലും സഫിയ പറഞ്ഞത് he says ആണ് യൂസ് ചെയ്തത്, സേ ആണ് യൂസ് ചെയ്തത് അല്ലെ? he say I'm hungry. ഓക്കെ, he say I'm hungry എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആ സെയിനെ റിപ്പോർട്ട് ചെയ്തപ്പോ സെഡ് ആക്കി, അത്രയേ ഉള്ളൂ. ഓക്കെ, പക്ഷെ ഉഷാറാണി പറഞ്ഞപ്പോ അത് സെഡ് ആയിരുന്നു. he said I'm hungry എന്നാണ് പറഞ്ഞത്. അപ്പൊ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സെഡ് പിന്നീട് റിപ്പീറ്റേഷൻ വരേണ്ട അതോർത്ത് ടോൾഡ് ആക്കിയതാണ്. ഓക്കെ, സോ ടോൾഡ് ആക്കിയില്ലെങ്കിലും മിസ്റ്റേക്കിംഗ്. ഇനിയിപ്പോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നു, അതിൽ ഫുള്ള് സെഡ് തന്നെയാണെങ്കിൽ നിങ്ങളത് നോക്കണ്ട. നിങ്ങൾ നോക്കേണ്ട കാര്യം സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് എങ്ങനെ കറക്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. അതിന്റെ മുന്നത്തെ പോർഷന് ഇമ്പോർട്ടൻസ് ഇല്ല. he said എന്ന് തന്നെയാ വരാം. ഓക്കെ, ടോൾഡും വരില്ല എന്നല്ല, വരും. പക്ഷെ വന്നാലും അതും കറക്റ്റ് തന്നെയാണ്. അവിടെയും മിസ്റ്റേക്സ് ഒന്നും ഇല്ല. he said that അതിനുശേഷം വരുന്നതാണ് സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റിനെയാണ് കറക്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അത് ഓപ്ഷനില് നിങ്ങൾ നോക്കുക, അത് കറക്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ, ആ ഏതാണ് ഓപ്ഷൻ വെച്ചിട്ട് അത് ടിക്ക് ചെയ്യാം. അതാണ് കറക്റ്റ് ആൻസർ വരാം. പിന്നെ ഞാൻ പറഞ്ഞത് സബ്ജക്ട്, അബ്സോറീസ്, പിന്നെ കുറച്ച് വേർഡ്സ്, ഇതൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ വരുന്ന ചേഞ്ചസ്. ഇതിന് മാത്രമേ മാറ്റങ്ങൾ വരുന്നുള്ളൂ.
അല്ലാതെ വെറുപാണെങ്കിലും പ്രപ്പോസിഷൻ ഉണ്ടെങ്കിലോ അതൊന്നിനും മാറ്റം വരുന്നില്ല. ഓക്കെ, ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ ഇപ്പൊ കിട്ടിയിട്ടുണ്ടല്ലോ എങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാനുള്ള ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ ഇല്ലേ? ഉണ്ട്. ഇല്ലേ? സെഡിന്റെയും ടോൾഡിന്റെയും കോമൺ ആയിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞു, അത് നിങ്ങൾക്ക് മനസ്സിലാവും. അതും ഈ റിപ്പോർട്ട് സ്പീച്ച് ആയിട്ട് ബന്ധം ഇല്ല, എന്നാലും കേൾക്കും. സെഡ് എന്ന് പറയുന്നത് ഇപ്പോ സെഡ് ആണ്, ടോൾഡ് പറയുന്നത്. ടോൾഡ് ഇപ്പൊ എന്റെ കൂടെ ഒരാളെടുത്ത് നിൽക്കും, എന്റെ ഫ്രണ്ട് ഉണ്ടെന്ന് വെച്ചു കേട്ടോ. ആ ഫ്രണ്ടിനോട് പറയാണ് എനിക്ക് വിശക്കുന്നു എന്ന് പറയാണ്, ഞാൻ അവളോടാ പറയുന്നത് അല്ലെ? ആണ് അവളോട് ഞാൻ പറഞ്ഞു എനിക്ക് വിശക്കുന്നു, നിങ്ങൾ അതപ്പുറം പോയി റിപ്പോർട്ട് ചെയ്യും എന്ന് പറയും. ടീച്ചർ അവളോട് അങ്ങനെ പറഞ്ഞു എന്നല്ലേ പറയുള്ളൂ, അല്ലേ? ടീച്ചർ അവളോട് അങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോ അവിടെ വരേണ്ടത് ടോൾഡ് അല്ലേ? അതെ, ഓപ്പോസിറ്റ് ഒരാളുള്ളത് കൊണ്ടാണ് അവൾ ടോൾഡ് വന്നത്. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കിരുന്ന് പക്ഷെ പറയാം, നമ്മളിപ്പോ ഒരു സ്പെസിഫിക് പേഴ്സണെ പറയുമ്പോ അല്ലെ, അല്ലെങ്കിൽ അതിൽ ഇൻഫർമേഷൻ നൽകുന്ന ആൾ ആരാണോ അവരെ സൂചിപ്പിക്കുമ്പോഴാണ് അങ്ങനെ ടോൾഡ് വരുന്നത് അല്ലേ? അതായത് റിക്വയർഡ് ആയിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ട് അല്ലേ? അങ്ങനെയാണ്. ഇപ്പോ he said to me, he said to her എന്ന് പറഞ്ഞിട്ടായിരിക്കും ഒരു ക്വസ്റ്റ്യൻ വരാം. he said to her I'm hungry എന്ന് പറഞ്ഞു, അത് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. he said to her I'm hungry എന്ന് പറയുമ്പോ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താണ്, രണ്ട് പേഴ്സൺ അവിടെ ഉണ്ട്. he said to her ആണോ വന്നിരിക്കുന്നത്, he said to her അല്ലെ? രണ്ട് പേഴ്സൺ ഉണ്ട്, അതുകൊണ്ട് അവിടെ said യൂസ് ചെയ്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ടോൾഡ് ആക്കി എന്ന് മാത്രം, അത്രയേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഒരാളോട് പറഞ്ഞത് നിങ്ങൾ കേട്ടു, നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ടീച്ചർ അവളോട് അങ്ങനെ പറഞ്ഞു എന്ന് പറയും, അങ്ങനെ പറയും അല്ലെ? അവളോട് പറഞ്ഞു കൊടുത്താലും തെറ്റൊന്നല്ലല്ലോ. കുഴപ്പമില്ലല്ലോ. അപ്പോ ടോൾഡ് അങ്ങനെ യൂസ് ചെയ്യാന്ന് പറഞ്ഞു. ഇനി ഞാൻ ഒറ്റയ്ക്കിരുന്ന് പറയാണ് എനിക്ക് വിശക്കുന്നു, ഞാൻ എന്നോട് തന്നെ ഒറ്റയ്ക്കിരുന്ന് പറഞ്ഞു, അത് നിങ്ങൾ കേട്ടു, നിങ്ങളപ്പോ എന്ത് പറയും? ടീച്ചർ പറഞ്ഞു ടീച്ചറിന് വിശക്കുന്നുണ്ട് എന്നല്ലേ പറയാം. അപ്പൊ അവിടെ നമ്മൾ സെഡ് യൂസ്. ഇത് കോമൺലി ഒരു കാര്യമാണ്, കോമൺ ആയിട്ട് പറഞ്ഞതാണ് ഞാൻ, അല്ലാതെ ഈ റിപ്പോർട്ട് സ്പീച്ച് ആയിട്ട് ഒരു ബന്ധം ഇപ്പൊ ഇതിന് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങള് സെഡ് വന്നാലും സേ വന്നാലും റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ സെഡ് ദാറ്റ് എന്ന് പറഞ്ഞാൽ മാത്രം മതി, ടോൾഡ് വേണ്ട. ഓക്കെ, എക്സാമിന് ക്വസ്റ്റ്യനും ടോൾഡ് ബേസ് ചെയ്ത് വരില്ല. ഓക്കെ, ക്ലിയർ? എന്നാലും ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണം, സെഡ് എങ്ങനെയാണ് വരാ, ടോൾഡ് എങ്ങനെയാണ് വരാ എന്നുള്ളത് ഒരു ധാരണ ഇപ്പോൾ ഉള്ളത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ക്ലിയർ ആക്കിയത്. എല്ലാവർക്കും ഓരോ ഡൗട്ട് ഉണ്ട്, സെഡ് എങ്ങനെ യൂസ് ചെയ്യും, ടോൾഡ് എങ്ങനെയൊക്കെയാ യൂസ് ചെയ്യാം. അതൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു എനിക്ക് വിശക്കുന്നുണ്ടടി എന്ന് ഞാൻ പറഞ്ഞു, അത് നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ വേറൊരാൾ പറയാണ് ടീച്ചർ അവളോട് പറഞ്ഞു ടീച്ചർക്ക് വിശക്കുന്നുണ്ട്, ടീച്ചർ ടോൾഡ് മീ ഹർ ടു, അങ്ങനെ പറയും. ടീച്ചർ ടോൾഡ് ഹർ എന്ന് പറഞ്ഞിട്ടായിരിക്കും പിന്നെ കണക്ട് ചെയ്ത് സ്റ്റേറ്റ്മെന്റ് പറയാം. കാരണം ഞാൻ എന്റെ അപ്പുറത്ത് ഒരാളുണ്ടായിരുന്നു, അല്ലാതെ ഞാൻ ഒറ്റയ്ക്കിരുന്ന് പറയാണ് അയ്യോ എനിക്ക് വിശക്കുന്നുണ്ടല്ലോ, നീ ഒറ്റയ്ക്കിരുന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടാലോ ടീച്ചർ പറഞ്ഞു ടീച്ചർക്ക് വിശക്കുന്നുണ്ടത് എന്നല്ലേ പറയാ. അപ്പൊ അപ്പുറത്തൊരാളില്ല. സെഡും ടോൾഡും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഇപ്പൊ ഏകദേശം മനസ്സിലായോ? ഓക്കെ, പിന്നെ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ വരുമ്പോൾ സെഡ് യൂസ് ചെയ്യാം, ടോൾഡ് യൂസ് ചെയ്യാം. ഓപ്ഷൻ ഏതാണോ ഉള്ളത് നോക്കിയിട്ട് അത് സെലക്ട് ചെയ്ത് ടിക്ക് ചെയ്യാം, അത്രയും മാത്രം നോക്കുക. മാം ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആണെന്ന് ചിലപ്പോ ആസ്ക് എന്നൊക്കെ പറയില്ലേ? ഇല്ല, സേസും വരാറില്ലേ ടീച്ചറെ? സേസ് എന്ന് വരാറില്ലേ? സ്റ്റേറ്റ്മെന്റിൽ മാത്രമാണ് സെറ്റ് വരുള്ളൂ കേട്ടോ. സെറ്റ് ആണെങ്കിൽ ടോൾഡ് ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റിൽ മാത്രമേ വരുള്ളൂ. ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നുണ്ട്, റിപ്പോർട്ടിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അവിടെയാണ് ആസ്ക് വരാം. ചോദ്യം അല്ലേ ഇത്? അപ്പൊ എന്താണ് വരുന്നത് ക്വസ്റ്റ്യൻസിന്റെ ഒരു ഗ്രൂപ്പിൽ അവര് പറഞ്ഞുതരും. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് വൈസ് ഓക്കെ ആണോ? എന്നാലും കഴിഞ്ഞിട്ടില്ലല്ലോ, പ്രസന്റേഷൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല മിസ്, ഒരാളും കൂടെ ശ്രീലക്ഷ്മി, ഒരാളും കൂടി ഉണ്ട്. ഓക്കെ, അപ്പൊ ശ്രീലക്ഷ്മി നെക്സ്റ്റ് ക്ലാസ്സിൽ കേട്ടോ പ്രസന്റ് ചെയ്യാം കേട്ടോ, കണ്ടിന്യൂ ചെയ്യാം നമുക്ക്. അപ്പൊ ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരുന്നത് ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സൈൻ ഔട്ട് പറയൂ. Good afternoon all. I would like to thank Ashbi Miss for taking the class today. Today the teacher started the chapter on direct and indirect speech. Then the teacher divided the class into 4 groups in the previous class.
Each group was given a topic. Each group was told to present it every week. This week, Safia's group did it. The presentation is very well. Today's class was very beautiful. So once again, thank you to everyone. See you in the next class. Goodbye. ഓക്കെ, അപ്പോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് നോക്കാം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഇത് നന്നായിട്ട് പ്രസന്റ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു ഓൾ. See you on the next class. Okay, bye. Thank you. Thank you, miss. Thank you, miss.